അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ്. PNC-MAKയുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അറിയാത്ത കുട്ടികൾ കയറി നോക്കുക സൈറ്റിൽ. നമ്മൾക്ക് ഓൾറെഡി PNC-MAKൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. ഇപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ പ്രൊവിഷണലും മെയിൻ റാങ്ക് ലിസ്റ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്, റാങ്ക് വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ഹിയർ ടു സീ ദ മെയിൻ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് റാങ്ക് ലിസ്റ്റ് 2025-26 എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് സൈറ്റിൽ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ആരുടെയൊക്കെ പേര് വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് ഈ മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഒരുപാട് പേജസ് ഉണ്ട്. നിങ്ങളുടെ പേരും ആപ്ലിക്കേഷൻ നമ്പറും അതായത് നിങ്ങൾ HSC ആണോ CBSE ആണോ ICSE ആണോ ആ ഒരു ഡീറ്റെയിൽസും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ 460 വരുന്ന ടോട്ടൽ മാർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഈ മാർക്ക് അനുസരിച്ച് ആർക്കൊക്കെയാണ് ചാൻസ് എന്നതും പ്രഡിക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി ചെന്ന് കണ്ടു നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം PNC-MAKയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഓരോ ന്യായമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ കുട്ടികളുടേത് റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റിജക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടും എന്നാണ് അർത്ഥം. അതായത് റിജക്റ്റ് ആയത് നിങ്ങൾ ഓൾറെഡി കറക്ഷൻ കൊടുത്ത് അക്സെപ്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേര് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാകും. ഇങ്ങനെ പേര് റാങ്ക് ലിസ്റ്റിൽ വരാത്ത കുട്ടികളുടേത് കറക്ഷനും റെഡി ആയിട്ടില്ല, റിജക്ഷൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള കുട്ടികൾ അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പറിൽ അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റാങ്കും നെയിമും ആപ്ലിക്കേഷൻ നമ്പറും എക്സാമും ടോട്ടലും കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്കും അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൽ നെയിം ഇല്ലാത്ത കുട്ടികൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ മുന്നോട്ട് മറ്റ് രീതിയിലുള്ള കോഴ്സിലേക്ക് പോകുന്നതാണ് നല്ലത്. കാരണം ഈ പേരുകൾ വന്ന കുട്ടികളെ മാത്രമേ അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുപ്പിക്കുകയുള്ളൂ. ഓൾറെഡി വന്ന പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതോടൊപ്പം നമുക്ക് ലോഗിൻ ചെയ്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് കൊടുത്തും ഇത് ലോഗിൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുത്ത് വെക്കുക, ഹൈപ്പ് ചെയ്യുക വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ അറിയുന്ന ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.